പോലും ഞാനിപ്പോ കാണുന്നില്ല. ഇത്രയും യുവജനങ്ങളെ ഇവിടെ കണ്ടതിൽ ഏറ്റവും സന്തോഷിക്കുകയാണ് ഞാൻ. കാരണം എന്റെ നാടായ തിരുവല്ലയിലും കോഴഞ്ചേരിയിലും പത്തനംതിട്ടയിലും ഒക്കെ ഇതൊന്നും കാണാനില്ല. ഇങ്ങനെ പുതിയ തലമുറയെ നമുക്ക് ഇവിടെ കാണാനില്ല. എല്ലാവരും ഇപ്പോൾ നേരെ കാനഡയിലും UK-യിലും യൂറോപ്പിലേക്കും ഒക്കെ പറക്കുന്ന സമയമാണ്. ഇങ്ങനൊരു ക്ലബിലേക്ക് ഇത്രയും യുവാക്കളെ ഞാൻ പലയിടത്തും പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഇത്രയും യുവജനങ്ങൾ ഒരുമിച്ച് ഇവിടെ ഈ പ്രവർത്തിക്കുന്നു എന്നത് കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഈ നാടിന് വേണ്ടി അവര് ഒരുമിച്ച് ചേർന്നിട്ട് ഇവിടെ പല ആയിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റി ഈ തടലോരം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് DYSP ജോൺ സാറാണ്. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഈ തടലോരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു വെൽവിഷറാണ്. അദ്ദേഹം റെയിൽവേയിലെ ഇപ്പൊ ഡെപ്യൂട്ടേഷൻ ഇന്ത്യൻ റെയിൽവേയിലാണ്. അദ്ദേഹമാണ് നിങ്ങളെ ഈ തടലോരം എന്ന് പറയുന്ന ഈ സംഘടനയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇതിൽ പറഞ്ഞു സാറ് തീർച്ചയായിട്ടും വരണം. അപ്പൊ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു സാറ് ഇവിടെ വന്ന് ഇവിടെ ഞാനും ഒപ്പം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പേരുമുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ അനുജത്തി മരിച്ചതുകൊണ്ട് ജോൺ സാറിന് ഇവിടെ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ധാരണ തന്നെ എനിക്ക് തരികയുണ്ടായി. എന്നാല് ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ക്ലബ് ഞാൻ കുറെ വേറെ കോളേജും യൂണിവേഴ്സിറ്റിയും സ്കൂളും ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ധാരാളം ഒരു ക്ലബിന്റെ പരിപാടിക്ക് പോയിട്ട് കുറെ നാളായി. എനിക്കൊരു ക്ലബ് എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രവർത്തനം എങ്ങനെ നടത്തുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സംസ്കാരം അല്ലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങള് ഒരു നാടിനെ ഒരുമിച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള യുവാക്കളുടെ കൂട്ടായ്മ. കാരണം ഇപ്പൊ യുവാക്കളെ നമുക്ക് കിട്ടത്തില്ല. ഇങ്ങനെ യുവാക്കളെ മുഴുവനും ഞാൻ 10 പ്രാവശ്യം ഞാൻ മൊബൈലിൽ നോക്കി ഇവിടെ വന്നിരുന്നതിന് ശേഷം. പിന്നെ യുവാക്കളുടെ കാര്യം പറയണ്ടായിരുന്നു. എല്ലാവരും വാട്സപ്പില് ഫേസ്ബുക്കില് ഇൻസ്റ്റയില് എല്ലാം ഇങ്ങനെ ഒഴുകിയിരിക്കുന്ന കാലമാണ്. അവർക്കിപ്പം സുഹൃത്തുക്കൾ വേണമെന്നില്ല ആർക്കും. പണ്ട് സുഹൃത്തുക്കൾ വേണം, ഇറങ്ങിപ്പോണം. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ അമ്പലത്തിന്റെ ഒരു ആൽത്തറയുണ്ട്. അപ്പൊ അവിടെ തൊട്ടടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ കുറച്ച് പേര് നമ്മൾ കുറെ പേര് കളിക്കും, കുറെ പേര് ഈ ആൽത്തറയിൽ ഇരുന്ന് വർത്താനം പറയും. ഇന്ന് ഇങ്ങനെയുള്ള പിന്നെ അവിടെ ചായക്കടയുണ്ട്. ആ ചായക്കട എല്ലാവരും കുറച്ചുകൂടെ മുതിർന്നവരൊക്കെ അവിടെ നമ്മളോട് പോകത്തില്ല. കുറച്ചുകൂടെ മുതിർന്നവരിൽ സംസാരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് ആ ഗ്രാമപ്രദേശത്തിന്റെ ആ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം നമ്മുടെ ഒരു പുതിയ ജനറേഷന് ആ ഒരു